യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പാടത്ത് വെട്ടിമരിച്ച കഥയ്ക്ക് ബൈബിളോളം പഴക്കമുണ്ട്. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധം നമ്മുടെ കഥകളിൽ തന്നെയുണ്ട്. ഇന്ന് അന്യരേക്കാൾ സഹോദരങ്ങള് കുടിപ്പക സൂക്ഷിക്കുന്നത്. എന്തിന് കഥകള്? ദിവസവും പേപ്പർ നോക്കിയ പോരെ. അതിൽ നിന്നൊക്കെ എത്ര വ്യത്യസ്തമായിട്ടാ അമ്മ അനിയനെ നോക്കുന്നത്. പവിത്രൻ സാർ എന്തൊക്കെ ചെയ്തിട്ടും അമ്മയ്ക്ക് അനിയനോട് എപ്പോഴും ഇപ്പൊ തന്നെ അമ്മ അലട്ടുന്നത് പവിത്രൻ സാറിന്റെ ആ വാക്കുകളല്ലേ. ഒരു മയവും ഇല്ലാതല്ലേ പറഞ്ഞു കളഞ്ഞത്. പവിത്രൻ സാറല്ല, അന്ന് ഉള്ളിൽ കിടന്ന മദ്യമാണ് അത് പറയിപ്പിച്ചതെങ്കിൽ ഇന്ന് ഭാര്യയോടുള്ള അമിതമായ സ്നേഹം അല്ല, അന്ധമായ വിധേയത്വം, അതാ പവിത്രൻ സാറിനെ കൊണ്ട് അങ്ങനെ പറയിച്ചത്. ഗിരിജ മാഡം സ്ക്രൂ ചെയ്ത് വിട്ടു. പവിത്രൻ സാർ പറഞ്ഞു, അത്രേ ഉള്ളൂ. അമ്മ പറയേണ്ടതല്ലേ പറഞ്ഞുള്ളൂ. ഗിരിജാന്റിയെ അമ്മ അത്രയെങ്കിലും പറഞ്ഞത് നന്നായി. അതിനിങ്ങനെ അമ്മ വിഷമിക്കുന്ന എന്തിനാ? ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ അവരെ അമ്മ അപ്പോഴേ അടിച്ചിറക്കാ ചെയ്യേണ്ടത്. രൂപേഷേട്ടൻ പറഞ്ഞത് ശരിയാ. കുറ്റബോധം തോന്നേണ്ടത് പവിത്രൻ സാറിനാ. ഒരിക്കലും അമ്മയോടങ്ങനെ പവിത്രൻ സാറ് സംസാരിക്കരുതായിരുന്നു. പവിയേട്ടാ, ഒന്ന് എണീറ്റേ. എത്ര നേരായി കിടക്കുന്നു? എന്താ തലവേദനയാണോ? വല്ല പിൽസം വേണോ? അതോ ബാമ്പ് ഉരുട്ടി തരണോ? പവിയേട്ടാ, നിനക്കിപ്പോ എന്താ വേണ്ടത്? എന്നൊന്ന് വെറുതെ വിട്. മനുഷ്യനോടാകെ ഭ്രാന്ത് പിടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുക. എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലെന്ന് ആലോചിക്കാൻ ഞാൻ. ഓടിപ്പോക്കോ? പിന്നെ എന്നെ എന്തിനാ ഈ ദുരിതത്തിലേക്ക് വലിച്ചിട്ടെ? ഞാൻ എന്ത് തെറ്റിയതിട്ടാ? നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോണോ? പൊയ്ക്കോ. അതിനു മുൻപ് എനിക്കും മോക്കും കുറച്ച് വിഷം തന്ന് കൊന്നിട്ട് പൊയ്ക്കോ. എന്തായാലും ഈ ഗിരിജ ഭീരുവിനെ പോലെ ഒളിച്ചോടാൻ തീരുമാനിച്ചിട്ടില്ല. അവസാന നിമിഷം വരെ പൊരുതി നോക്കും. അയ്യോ, ദയവ് ചെയ്ത് ഇനി നീ നിന്റെ പ്ലാനുകളെ കുറിച്ച് പറയരുത്. അവളുടെ ഒരു പ്ലാനും പദ്ധതിയും ഇതുവരെ ഉണ്ടാക്കിയതൊക്കെ തന്നെ ധാരാളം. ഇന്നുവരെ സുമംഗല ചേച്ചി എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല, പെരുമാറിയിട്ടില്ല. എന്തൊക്കെയാ ഞാൻ എന്റെ ചേച്ചിക്കെതിരെ ചെയ്തു കൂട്ടിയത്? എല്ലാത്തിനും കാരണം നീ ഒറ്റ ഒരുത്തിയാ. ചില ഭാര്യമാര് തലയണ മന്ത്രം ഓതി ഭർത്താക്കന്മാരെ കൊണ്ട് ചിലത് ചെയ്യിക്കൊന്ന് കേട്ടിട്ടുണ്ട്. ഇതങ്ങനെയാണോ? ബലമായിട്ട് ചെയ്യിക്കല്ലേ? എന്റെ തലക്കകത്ത് കയറിയിരുന്ന് എന്നെയും എന്റെ ഈ തറവാടിനെയും ഭരിക്കല്ലേ നീ ചെയ്യുന്നത്? ഓ, അങ്ങനെ. ഞാൻ കരുതി നിങ്ങൾക്ക് കുറച്ച് തിരിച്ചറിവുണ്ടായെന്ന്. പെങ്ങളെ കണ്ട മുട്ടു വിറയ്ക്കുന്ന നിങ്ങൾ ചേച്ചിയുടെ മുഖത്ത് നോക്കി അത്രയും സംസാരിച്ചപ്പോ ഞാനൊന്ന് അഭിമാനിച്ചതാ. ഇപ്പൊ മനസ്സിലായി, എല്ലാം മനസ്സിലായി. പെങ്ങളുമായി പിണങ്ങിയതിന്റെ വിഷമത്തിൽ തലകുത്തി കിടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ചേച്ചിയെ പേടിച്ച് മുറിക്കകത്ത് കയറി ഒളിച്ചിരിക്കുകയാണെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. ഡോ മനുഷ്യ, നാണം ഉണ്ടോ നിങ്ങൾക്ക്? ആണായാൽ തിരിച്ചറിവ് വേണം. ഈ മീശ നിങ്ങളുടെ മുഖത്ത് പൊട്ടി മുളച്ചതേ ഇനി ദൈവത്തിന് പറ്റിയ കയ്യബദ്ധാണോന്നേ എനിക്ക് സംശയമുണ്ട്. എവിടുന്നിപ്പ പൊട്ടി മുളച്ചു ഒരു ഉടപ്പറന്നോൾ സ്നേഹം. കരഞ്ഞു തളർന്ന് കിടന്നത് കണ്ടില്ലേ?
ഇതിലൊക്കെ ഭേദം നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുന്നതാ. പൊയ്ക്കോ. പിന്നെ പോകുമ്പോ മോളെ കൂടി തൂക്കി തോളിലിട്ടോണ്ട് പൊയ്ക്കോണം. പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്നോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് വിഷമാ? പെങ്ങളും മതിയല്ലോ നിങ്ങൾക്ക്. ലോകത്തെവിടെയും ഇല്ലാത്ത ഒരു പെങ്ങളും ഒരനിയനും. നിനക്കത് മനസ്സിലാവില്ല. കാരണം നീ ഇന്ന് വരെ ആരെയും സ്നേഹിച്ചിട്ടില്ല. മനസ്സറിഞ്ഞ് നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ സ്വന്തം മോളുടെ കാര്യം പറഞ്ഞില്ലേ, അവളെ സ്നേഹിച്ചിട്ടുണ്ടോ? സ്നേഹത്തിന്റെയോ സഹോദര സ്നേഹത്തിന്റെയോ വില എന്താന്ന് നിനക്കറിയോ? കണ്ടാലുടൻ കാശ് കടം ചോദിക്കുന്ന ഒരു സഹോദരനല്ലേ നീ കണ്ടിട്ടുള്ളൂ. കല്യാണം ഉറപ്പിച്ചെന്നറിഞ്ഞപ്പോ എന്നോട് വന്ന് 1 ലക്ഷം രൂപ കടം വാങ്ങിച്ച പുണ്യാത്മാവില്ലേ നിന്റെ സഹോദരൻ, എന്റെ അളിയൻ. അന്നു മുതൽ ഇന്ന് വരെ എന്നെയും എന്റെ കാശിനെയും മോഹിച്ച് വളർന്ന ഒരു കുടുംബം. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. എന്നെ നോക്കിയതും വളർത്തിയതും ഒക്കെ എന്റെ ചേച്ചിയാ. കമ്പനിയിൽ തന്നെ നേരിട്ട് കീ പോസ്റ്റിൽ ഇരുത്തി. എടീ, അതുകൊണ്ടാ നിനക്ക് ഈ സൗകര്യങ്ങളും വസ്തുക്കളൊക്കെ ഉണ്ടായത്. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ഇറങ്ങി പോയി തരുന്നുണ്ടോ? ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ഇറങ്ങി പൊക്കോളാം. എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. പവിത്രൻ സാറാണോ കാര്യം? സാറ് മാഡത്തിനെതിരെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. അമ്മയോട് വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോ ഞാൻ പവിത്രൻ സാറിന്റെ മുഖത്തേക്കാണ് നോക്കിയത്. ഗിരിജ മാഡം പറഞ്ഞു പറയിപ്പിച്ചതായിരുന്നെങ്കിൽ സാറ് മാഡത്തിന്റെ കണ്ണുകളിൽ നോക്കി പറയില്ലായിരുന്നു. എങ്ങോട്ടെങ്കിലും നോക്കി പറഞ്ഞൊപ്പിച്ച് സ്ഥലം വിടാനേ നോക്കൂ. എനിക്കറിയാം, അമ്മയ്ക്ക് അങ്ങോട്ടുള്ള സ്നേഹമൊന്നും പവി അങ്കിളിന് ഇങ്ങോട്ടില്ല. ദർശനയ്ക്കറിയോ അമ്മ എന്താ കമ്പനിയിൽ പോവാത്തെന്ന്? കമ്പനി പോയാ പവി അങ്കിളിനെ പലതിനും കുറ്റം പറയേണ്ടി വരും. അതുകൊണ്ടാ അങ്ങോട്ട് പോവാത്തെന്ന് അമ്മ പറഞ്ഞത്. ദർശന കമ്പനി പോയപ്പോഴും അമ്മ കൂടെ വന്നില്ലല്ലോ. ഞാൻ അമ്മയോട് പറഞ്ഞതാ നമുക്കും ദർശനയുടെ കൂടെ കമ്പനിയിലേക്ക് പോവാന്ന്. എന്നിട്ട് രൂപേഷേട്ടൻ എന്താ കമ്പനിയിലൊന്നും പോവാത്തത്? കമ്പനി പോവാത്തതോ? ആ കമ്പനി പോവാത്തേനെ എന്നെ എല്ലാരും കുറ്റപ്പെടുത്തുക. അതെന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ കമ്പനിയിലൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് ഒപ്പിടാനും അറിയാം. എന്റെ ഒപ്പ് എങ്ങനെയാണെന്നറിയോ? ദാ ഇങ്ങനെ. അത് ഷീയല്ല, ശ്രീ. ആ, ഇങ്ങനെ ശ്രീ വരച്ച് ഒപ്പിടുന്നതേ വയസ്സായ ആളുകളാ. ഞാൻ ചോദിച്ചതിന് രൂപേഷേട്ടൻ ഉത്തരം പറഞ്ഞില്ല. എന്തുകൊണ്ടാ കമ്പനിയിൽ പോവാത്തെ? എല്ലാവരുടെ മുന്നിൽ വെച്ച് അങ്കിൾ എന്നെ കളിയാക്കും, ആക്ഷേപിക്കും, മണ്ടാന്ന് വിളിച്ച് തലക്കിട്ടൊക്കെ കൊട്ടും. അല്ലെങ്കിലും അവിടെ ചെല്ലുമ്പോഴേ പവി അങ്കിളിന് വലിയ ഗമയാ. ഗമ കാണിക്കുന്നത് കൂടുതൽ എന്നോടാ. ഓരോ വലിയ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കും. അത് തെറ്റുമ്പോ എന്നെ കളിയാക്കും. എന്നെ ആരും ഒന്നും പഠിപ്പിച്ചിട്ടില്ല ദർശന. ഇടയ്ക്ക് സാക്ഷരതാ ക്ലാസ് വന്നപ്പോ എനിക്ക് പോണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതും നാണക്കേടായി. അമ്മ പറഞ്ഞിട്ട് അന്ന് ഞാൻ കമ്പനി ചെന്നപ്പോഴും പവിത്രൻ സാറിന് എന്നെ അത്രയ്ക്കങ്ങ് ഇഷ്ടമായില്ല. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴും കണക്കുകളൊക്കെ നോക്കിയപ്പോഴും പവിത്രൻ സാറ് എന്നോട് ചൂടായി. പിന്നെ എന്നോട് നേരിട്ട് പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന MD എന്ന നിലയിൽ ആരും പവിത്രൻ സാറിനെ ബഹുമാനത്തോടെ കാണില്ലെന്ന്. പരസ്യമായി ഒന്നും പറയരുതെന്നും എങ്ങനെയെങ്കിലും കഴിഞ്ഞു പൊക്കോട്ടെ എന്നും പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. പക്ഷെ ഇപ്പതാ ആ പവിത്രൻ സാറ് തന്നെ പറയുന്നു കമ്പനിയിലെ സ്റ്റാഫ് നമുക്ക് വേണ്ടി ഒരു റിസപ്ഷൻ ഒരുക്കിയിട്ടുണ്ടെന്ന്. ചെയർമാന്റെ മോനും വധുവിനും സ്വീകരണം ഉണ്ടെന്ന്.
നമുക്ക് പോണ്ടേ? ഏയ് ഞാൻ വരുന്നില്ല. അങ്കിള് അമ്മയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്കങ്ങ് വയ്യ. അത് ശരിയല്ല. വിളിച്ച സ്ഥിതിക്ക് നമ്മൾ പോണം.